പിണറായി 3 വരുമോ അല്ലെങ്കിൽ സതീശൻ 1 വരുമോ? എന്തായിരിക്കും? ഇനി എന്തെല്ലാം ആയിക്കോട്ടെ, നമ്മൾ സാധാരണക്കാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീച്ച് പണിക്ക് പോയാൽ നമ്മളെ കാര്യങ്ങൾ നടക്കും അല്ലേ? പക്ഷേ ഇലക്ഷനിങ് എത്തി, ഞാനിപ്പോൾ 2-3 ദിവസം വാർത്ത കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നൊരു സംഭവമാണ്, ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇവരെ ഈ സംവിധാനത്തിൽ എന്താ നടക്കുന്നത്? എല്ലാവരും പറയുന്നത് UDF അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഉള്ളത്, എല്ലാവർക്കും പിണറായിയെ മടുത്തു അല്ലെങ്കിൽ CPM-നെ മടുത്തു, ഇവര് വർഷാവർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങളാണ്, പിന്നെ ജനങ്ങൾക്ക് അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല, ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ട്, ഇല്ലാന്നല്ല. അപ്പോൾ ഞാനൊരു നിഷ്പക്ഷമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, ഈ ഒരു 2 ആഴ്ചയായിട്ട് പ്രത്യേകിച്ച് കണ്ടത്, ഈ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ പിരിവ് ഗവൺമെൻറ് ഒരു ഭാഗത്ത് പിരിച്ചു, പിന്നെ മുസ്ലിം ലീഗ് പിരിച്ചു, കോൺഗ്രസ് പിരിച്ചു, BJP പിരിച്ചു, ഒരുപാട് സംഘടനകളില്ലാത്തവരും നന്മമരങ്ങളും അവരും ഇവരും പേഴ്സണലായിട്ടും ഒരുപാട് ആൾക്കാർ പിരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ കോൺഗ്രസ് ഈ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായി നോട്ട് ചെയ്യാണ്, ഇവരെന്തൊരു ഉരുളുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പോൾ ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത് ഇങ്ങനെ അവ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുമായിട്ടാണോ? ആകെ ഞാൻ കണ്ടത് ഈ വിഷയത്തിൽ ആരും ചോദിക്കാണ്ട് വന്നിട്ട് മറുപടി പറയുകയും ഇതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്ത ഒരേ ഒരാളാണ്, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ള സ്ഥാനം ഇല്ലാണ്ടായി പോവോ അല്ലെങ്കിൽ അണികൾക്കിടയിലുള്ള ആ ഒരു പിടിവള്ളി നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം അദ്ദേഹം അത് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും നമ്മൾ ഈ വീഡിയോയിൽ വിലയിരുത്താൻ പോകുന്നത്, വയനാട് ഫണ്ടിൽ എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് ഊഹാഭൂഹങ്ങൾ കേൾക്കുന്നത് പോലെ കോൺഗ്രസ് 500 കോടിയോളം പിരിച്ചോ, അവരുടെ ആപ്പ് വെച്ചിട്ടും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ മേഖലയിലും കൂടി ഇത്രയും വലിയൊരു ഫണ്ട് പിരിച്ചോ? ഇനി പിരിച്ചെങ്കിൽ ആ ഫണ്ട് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഉള്ളത്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയൊക്കെ കയ്യിലാണ് ഉള്ളത്, അത് ഏതൊക്കെ ഇവർ പറയുന്നത് പോലെ 2.5 ഏക്കർ ഭൂമി ഇപ്പം മെന്നാന്ന് സിമ്പിളായിട്ടുള്ളൊരു ഇത് കേട്ടിരുന്നു, നമുക്ക് ആകെ പിരിച്ചു കിട്ടിയത് 5 കോടി ചില്ലാണ്, 35 ലക്ഷം ചില്ലാണ് രൂപയാണെന്ന് പറഞ്ഞിട്ട് അതൊരു വെള്ള പേപ്പർ എടുത്ത് വന്നിട്ട് KPCC പ്രസിഡന്റ് വായിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ തൊട്ടേനും പിടിച്ചതിനെല്ലാം ഈ പിണറായി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സതീശന് ഇതൊന്നും വിളിച്ചു പറയണ്ടേ? ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ആഗ്രഹമില്ലേ? ഈ മാങ്കൂട്ടത്തിൽ വരെ വന്നിട്ട് സംസാരിക്കുന്നല്ലോ, ഇങ്ങനെയാണ് പിരിവ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. നമ്മളൊരു ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ പിരിക്കുകയും അതേ കാര്യത്തിന് വേണ്ടി നമ്മൾ കമ്മിറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എത്രത്തോളം സക്സസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ പ്ലാന്, ആ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൗൺഷിപ്പ് ആണോ, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നത് വില്ല പ്രൊജക്ട് പ്ലാൻ ആണോ, അല്ലെങ്കിൽ അവിടെ കോളനി പോലെ വെച്ച് ഒരുപാട് വീടുകൾ എടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അതിന് ഒരു വീടിന്റെ മോഡൽ എങ്ങനെ, സ്ട്രക്ചർ എങ്ങനെ. ഗവൺമെന്റ് പോലെ നിങ്ങൾക്ക് സംവിധാനങ്ങൾ കുറവായിരിക്കും, പക്ഷേ ഈ ചെറിയൊരു കാര്യമല്ലേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിന് ഒരു 3D ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡ്രോയറെയോ വെച്ചിട്ട് ആർക്കിടെക്റ്റിനെയോ വെച്ചിട്ട് ഇതിന്റെ ഒരു പ്ലാന് ഉണ്ടാക്കിയെടുക്കാനാണോ പാട്? ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു, കോൺഗ്രസിലുള്ള പൊതുവെയുള്ള കോൺഗ്രസിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസ് നാഥനില്ലാ കളരിയാണ്. അപ്പോൾ ഇനി ഇപ്പം പറയും ഇപ്പുറത്ത് ഭയങ്കരാണല്ലോ. എന്തൊക്കെ ആയാലും എന്തൊക്കെ പറഞ്ഞാലും ധാർഷ്ട്യക്കാരനാണെന്ന് പറഞ്ഞാലും കാർക്കശ്യക്കാരനാണെന്ന് പറഞ്ഞാലും വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയുന്ന ആളാണെങ്കിൽ കൂടി ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. എൻ്റെ രാഷ്ട്രീയം എനിക്കുണ്ട്, ഇല്ലാന്നല്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ രാഷ്ട്രീയം വെച്ചിട്ട് ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ഒന്നല്ലേ ഇത്. അങ്ങനെ കുറേ എണ്ണം വന്നിട്ട് ഇപ്പം പറയും, വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ പറയാം, ഇപ്പോൾ അങ്ങനെ എൻ്റെ രാഷ്ട്രീയം എനിക്കുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ നോക്കുന്നത്, ഇപ്പോൾ പിണറായി വിജയൻ്റെതായ പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടി പിണറായി വിജയൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൂടി
കമ്പാരിറ്റീവ് മെഷേഴ്സ്. ഒരു വോട്ട് ചെയ്യാൻ പോകുന്ന ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു യുവാക്കൾ നോക്കുന്നത് അവരെ മുൻപിലുള്ള കമ്പാരിറ്റീവ് മെഷേഴ്സ് ആണ്. അപ്പുറത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ വിരലുകളും നമുക്ക് നേരെ ആയി പോകുന്ന പോലത്തെ വിഷയമാണിത്. നിങ്ങൾ സുതാര്യമാവണ്ടേ? ഇത്രയും വലിയ ഫണ്ട് പിരിവ് നിങ്ങൾ ആപ്പ് വെച്ചിട്ടാണ് പിരിച്ചിട്ടുള്ളത്. ഈ ആപ്പിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ, ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര കോടി പിരിച്ചിട്ടുണ്ട് എന്ന്. ഏറ്റവും എനിക്ക് ദയനീയമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് സണ്ണി അദ്ദേഹം വന്നിട്ട് പറയുന്നത് നമ്മുടെ മൊത്തം പിരിവ് ഒരു വെള്ള കടലാസുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹം ആ പേപ്പർ കൊടുത്തു വന്നിട്ട് ആ ഒരു വാർത്താ സമ്മേളനം നടത്താണ്ട് സങ്കടം തോന്നിയത്. ഇനി ഭരണം പിടിക്കാൻ പോകുന്ന അപ്കമിങ് റൂളിംഗ് പാർട്ടി ആകാൻ പോകുന്ന ഒരു പാർട്ടിയുടെ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ഒരു വെള്ള പേപ്പർ കൊടുത്തു വന്നിട്ട് പറയുന്ന കണക്കാണിത്. ഞങ്ങൾ മൊത്തം പിരിച്ചു കിട്ടിയത് 5,30,00,000 രൂപയാണ്. അതിൽ നിന്ന് തന്നെ ആപ്പ് ഉണ്ടാക്കാൻ ഇത്ര ചെലവായി, അതിന് ഇത്ര ചെലവായി, സ്ഥലം വാങ്ങാൻ 2.5 കോടി ചെലവായി, അതിന് ഇത്ര ചെലവായി, മറ്റേത് ചെലവായി, മറിച്ചത് ചെലവായി, എല്ലാം കൂടി ചുരുക്കി പറയാന്ന് വെച്ചാൽ KPCCയുടെ കയ്യിലുള്ള പൈസയും കൂടി ഇതിലേക്ക് ഇടേണ്ടി വന്നു. ഇതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തമാശ നോക്കണം നിങ്ങൾ, തമാശ നോക്കണം. അതായത് ഇവിടെ ലീഗ് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, ഓക്കെ. ഇവിടെ ഒരുപാട് മറ്റ് സംഘടനകൾ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പിരിച്ചതിന്റെ കണക്കുകൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓക്കെ. DYFI ഇവരെ എപ്പോഴും കളിയാക്കുന്നല്ല ഈ DYFI പൊതിച്ചോറ്. DYFIന്റെ കുട്ടികൾ പിരിച്ചിട്ട് കൊടുത്തു 20 കോടി. കറക്റ്റ് എമൗണ്ട് എനിക്കറിയില്ല, പക്ഷെ കേട്ട ഒരു ഓർമ്മയുണ്ട്. അതുപോലെ ലീഗിന്റെ ആൾക്കാർ ലീഗ് പിരിച്ചു, ചെറിയൊരു ഏരിയയിൽ നിന്ന് ലീഗ് പിരിച്ചു കൊടുത്തു 10-40 കോടി രൂപ. അവർ കാര്യങ്ങൾ ചെയ്തു. ഇത്രയും വലിയ പാർട്ടിയായ കോൺഗ്രസ് ആകെ പിരിച്ചിട്ടുള്ള എമൗണ്ട് ഇവർ പറയുന്നത് 5 കോടി ചില്ലുവാണെന്ന്. ആരാണ് ഇത് വിശ്വസിക്കാൻ പോകുന്നത്? മാഷെ, നിങ്ങളൊരു ക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണ്ടേ? ഇനി എല്ലാത്തിനും മറുപടിയുള്ള എല്ലാത്തിനും ചോദ്യങ്ങളുള്ള ഒരാളാണ് സതീഷ്, നമ്മുടെ സതീശൻ, VD സതീശൻ, ഓക്കെ. അദ്ദേഹത്തിന്റെ 2-3 ക്ലിപ്പുകൾ ഞാൻ കേൾപ്പിക്കാം, നിങ്ങൾ കേട്ടു നോക്ക്. അദ്ദേഹം പറയുന്നത് കേട്ടു നോക്ക്. കേട്ടോ. പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത്, ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. 200 വീടായി, ആകെ 400 വീടുകൾ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീട് നിർമ്മിക്കേണ്ടേ ഉള്ളു. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങള് പിരിച്ച പണവും ഞങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും അത് പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ കണക്കവതരിപ്പിക്കും. പൂർത്തിയാകുമ്പോ, അതായത് എല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം അവതരിപ്പിക്കുമ്പോൾ, എന്നാൽ ഇതുവരെ സ്ഥലം മൊത്തം എടുത്തു കഴിഞ്ഞോ? ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ലീഗിന്റെ കാര്യം കൂടി അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. ഇവരെ പിരിച്ചതിന്റെ കണക്കല്ല, ലീഗ് ഇത്ര പിരിച്ചു, ലീഗ് ഇത്ര വീട് ചെയ്തു. ലീഗ് ചെയ്തോട്ടെ, ലീഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? നിങ്ങളൊക്കെ ഒരു ടീം തന്നെ, ഓക്കെ. പക്ഷെ ഇവിടെ പിരിച്ചത് നിങ്ങൾ കോൺഗ്രസിന്റെ പേരിൽ പിരിച്ചാണെങ്കിൽ കോൺഗ്രസിന്റെ പേരിൽ കണക്ക് പറയണം. നിങ്ങൾ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. ഈ സതീശ് നേതാവ് ഒറ്റൊരു കാര്യം ചെയ്താൽ മതി, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. മൊത്തം നിങ്ങൾ എത്ര പിരിച്ചു, എത്ര കോടി നിങ്ങൾ പിരിച്ചു, അത് ഏത് ബാങ്കിലുണ്ട്, ഇനി നമ്മളത് ഇങ്ങനെ ഉപയോഗിക്കാൻ പോകണം. ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് സുതാര്യമായിക്കൂടെ നിങ്ങൾക്ക്? ഇത് നിങ്ങൾ പറയുന്ന പിരിച്ചതിന്റെ കണക്കെത്രയാ പറയുന്നത്? ആപ്പിലൂടെ പിരിച്ചതിന്റെ ഒരു കണക്കോ? ഇവിടെ ഇത് ഒരു അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ദുരന്തമാണ്. അതിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് ഒരു നിങ്ങൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഓൾറെഡി നിങ്ങളുടെ പേരിൽ ഇതിന്റെ മുന്നേ സുനാമി ദുരന്തമുണ്ടായപ്പോൾ ഒരുപാട് പൈസ പല ഭാഗത്തും കാണാണ്ടായി എന്ന് പറഞ്ഞൊരു ആരോപണം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ ആക്കണ്ടേ? ഇത് ക്ലിയർ ആക്കിയിട്ട് വേണ്ടേ മുന്നോട്ട് പോവാന്?
ഇതിപ്പോൾ എവിടെയാണ് നിങ്ങൾ നോക്കി, നിങ്ങളുടെ ഏത് സോഷ്യൽ മീഡിയ ഹാൻഡിലും നമ്മുടെ ഈ പാർട്ടിയുടെ മറ്റ് ഏത് കാര്യങ്ങളിലും നോക്കിയോ കോൺഗ്രസിന്റെ എല്ലാവരും ഉത്തരം മുട്ടുന്നൊരു കാര്യമാണ്. വയനാടിന്റെ വിഷയം വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്തറിയോ, CPM പിരിച്ച ഫണ്ട് എവിടെ? എടോ, ഗവൺമെന്റ് പിരിച്ചതും CPM പിരിച്ചതും അവർ വളരെ കൃത്യമായിട്ട് കണക്ക് എല്ലായിടത്തും അവതരിപ്പിച്ചു കൊടുത്തു. അവരുടെ വീടുകൾ വന്നില്ലേ, അവിടെ പോയ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ അത് ചെറിയ വിഷയമല്ലല്ലോ. അദ്ദേഹത്തിന്റെ തന്നെ ഫുള്ള് കേട്ടോ, അപ്പൊ കറക്റ്റ് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് സംസാരിക്കാം, അതായിരിക്കും നന്നാവും. വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി, ആകെ 400 വീടുകളിൽ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളു. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF. സത്യം പറയട്ടെ, എനിക്കിത് കേൾക്കുമ്പോൾ സാധാരണ എനിക്കൊരു കേൾക്കുമ്പോഴുള്ള വൈബ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്ക് തരാനുള്ളത് 4 ലക്ഷം, ഓക്കെ, ലീഗ് അല്ല മറ്റേ ആള് കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് 3 ലക്ഷം തന്നു, എൻ്റെ കയ്യിൽ 2 ലക്ഷം കൂടി ഉണ്ട്. അപ്പം 3 2 5 ലക്ഷമായി. നിങ്ങൾക്ക് ഞാൻ തരാനുള്ളത് 4 ലക്ഷം. ആകെ 400 വീടേ എടുക്കുന്നുള്ളൂ. അതിൽ 300 വീട് ലീഗ് എടുക്കുന്നുണ്ട്, 200 വീട് എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയുള്ള 100 വീട് ആർക്ക് കൊടുക്കും? മനസ്സിലായ? പഞ്ചാബി ഹൗസ് ആ ഡയലോഗ്. നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം കഴിച്ച് കൂടുതലായി, ബാക്കിയുള്ള 1 ലക്ഷം നിങ്ങൾ എപ്പോൾ എനിക്ക് തരും? എടോ, ജനങ്ങളെ കോമാളികളാക്കുകയാണോ? ഞാൻ അറിയാനായിട്ട് ചോദിക്കുവാണ്. ജനങ്ങളെ എന്താ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാം കൂടിയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ പിരിച്ച പണവും ഞങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും അത് പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കും. 1 രൂപ അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം അതൊരു ഒരു കോമൺ ആപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ കളക്ഷൻ നടത്തിയത്. ആ കോമൺ ആപ്പ് വളരെ ക്ലിയർ ആണ്. എത്ര രൂപ കളക്ട് ചെയ്തിട്ടുള്ളത് വളരെ ക്ലിയർ ആണ്. അത്